ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഓരോ തിരക്കുകൾ കാരണം വീഡിയോ എടുക്കാനൊന്നും പറ്റണില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് ഇതാ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കുന്നത് നൂൽപുട്ടും എഗ്ഗ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും നനച്ചുള്ളിൻ്റെയൊക്കെ തിരക്കിലാവൂലേ? ഞാൻ നനച്ചുള്ളി ഒന്നും തുടങ്ങിയിട്ടില്ല. ഇൻഷാ അല്ലാ ബുധനാഴ്ച വ്യാഴാഴ്ചയൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഹോം ഷോപ്പിൽ പ്രോഡക്റ്റുകളൊക്കെ കൊടുത്ത് ഫ്രീ ആയിട്ടുണ്ട്. പക്ഷേ തിങ്കളാഴ്ച നമുക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് കോഴിക്കോട് കണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിൽ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ട് വേണം നോമ്പും പണിയൊക്കെ തുടങ്ങാൻ. ഇപ്രാവശ്യം എന്തായാലും നോമ്പും പണിയൊക്കെ നല്ലോണം മേത്ത് പിടിച്ചു. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ബാവുകാർക്ക് ഉണ്ടായിരുന്നു നോമ്പും പണിയൊക്കെ കഴിഞ്ഞ ആ ഒരു ഇതിലാണ് ബാവു പോയത്. അപ്പോൾ അടുത്ത മാസത്തേക്ക് ഒരു വർഷമാവും കേട്ടോ നമ്മളെ ബാവുകാർക്ക് പോയിട്ട്. മാർച്ചിലാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ ചിഞ്ചുമോളും ഉണ്ടാവില്ല, മക്കളൊക്കെ സ്കൂളൊക്കെ ആയിട്ട് അങ്ങനെ ഇക്കാരം. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇക്കാരം എന്തായാലും ഇപ്രാവശ്യം നോമ്പും പണിക്കൊക്കെ. അപ്പോൾ എന്തായാലും നോമ്പും പണിയൊക്കെ നമുക്ക് എടുക്കണം ഇൻഷാ അല്ലാ. അപ്പോൾ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കുക്കറിലാകുമ്പം പെട്ടെന്നാവും. അങ്ങനെ മുട്ട പൊട്ടി പോകുന്നില്ല, പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ നൂൽപുട്ടിനുള്ള മാവൊക്കെ ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്ത് അരിപ്പൊടി കുറച്ച് ഗോതമ്പ് പൊടിയും ചേർത്തിട്ടുണ്ട് അതിനിട്ടേക്ക്. എന്നിട്ട് കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചാണ്ട് ആ മാവൊക്കെ കുഴച്ചെടുത്ത് നൂൽപുട്ടൊക്കെ പീച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ഒരു പ്രാവശ്യം ചായ കൂടിയൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ റിച്ച് മോന് മദ്രസയിൽ പൊതുപരീക്ഷ ആയതുകൊണ്ട് രാവിലെ നേരത്തെ എണീക്കും. അപ്പോൾ ഓനും ഞാനും നേരത്തെ എണീക്കും. അപ്പോൾ ഓനക്ക് എന്തെങ്കിലുമൊക്കെ ചായയും കടിയും കൊടുക്കുമ്പോൾ ഞാനും അങ്ങനെ ചായ കുടിച്ചും. പൈഫക്കുട്ടിക്ക് മദ്രസയും ഇല്ലല്ലോ. അപ്പോൾ ബ്രെഡും ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ മറ്റവരൊക്കെ ചായ കുടിക്കാനാകുമ്പോഴത്തേന് നൂൽപുട്ടും ചായയൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നൂൽപുട്ടൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ ഇന്നലെ നമ്മൾ ഹോം ഷോപ്പിൽ സാധനങ്ങളൊക്കെ കൊടുത്തു പോന്നപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിപ്പോന്നിന്. അപ്പോൾ വാങ്ങിയതേന് കേട്ടോ. അപ്പോൾ അത് പുഴുങ്ങി വെക്കാൻ പറഞ്ഞിനി റിച്ച് മോന്. അപ്പോൾ ഓൻ എക്സാം കഴിഞ്ഞാണ്ട് ഇപ്പോൾ വരും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയുണ്ട്. പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ വീണ്ടും പോവും. പിന്നെ 12 മണി 12:30 ആവും വരണമെങ്കിൽ. അപ്പോൾ ഇത് പുഴുങ്ങി വെക്കൊണ്ട് എനിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനാണെന്നൊക്കെ പറഞ്ഞിനി. അപ്പോൾ ഞാനിത് ഇപ്പോൾ തന്നെയാണ് പുഴുങ്ങി വെക്കാമെന്ന് വിചാരിച്ച്. ഇതങ്ങനെ നല്ല മൂത്തതൊന്നും അല്ല തോന്നുന്നുണ്ട് കേട്ടോ. ചിലത് മൂത്തതുണ്ട്, ചിലത് ഇളയതുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞാണ്ട് ഇതങ്ങോട്ട് പുഴുങ്ങാനും വെക്കാമെന്ന് വിചാരിച്ച്. നമ്മൾ കുക്കറിൽ മുട്ട പുഴുങ്ങാൻ വെച്ചിരിക്കണമല്ലോ. അപ്പോൾ മുട്ട പുഴുങ്ങിയെടുത്തിട്ട് ആ കുക്കറിൽ തന്നെ ഇത് ഇട്ടാണ്ട് അങ്ങനെ ഇട്ട് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന ഒരു ഇത്തുണ്ട്, സ്ഥിരമായിട്ട് കാണുന്ന ഇത്തയാണ് കേട്ടോ. ഷെരീഫ ലത്തീഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐ ഡിന്നാണ്. നിങ്ങൾ കാണലുണ്ടാവും കമൻറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്താൻ്റെ അമ്മ മരിച്ചിട്ട് പിന്നെ ഇന്നലേക്കൊക്കെ 6 വർഷം തികയാണെന്ന് പറഞ്ഞിനി. അപ്പോൾ എന്നോട് വീഡിയോയിൽ പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. നമ്മൾ ആര് ദുആണ് പഠിച്ചോ കേൾക്കാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു ഉമ്മാക്ക് വേണ്ടിയിട്ട് എല്ലാവരും ദുആ ചെയ്യണം കേട്ടോ. ആ ഉമ്മാൻ്റെ ഖബർ അല്ലാഹു സ്വർഗ്ഗത്തിലാക്കി കൊടുക്കട്ടെ അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമുക്കും ഉണ്ട് ഒരുപാട് പേര് മരിച്ചു പോയതിൽ. എൻ്റെ ഉപ്പയൊക്കെ മരിച്ചിട്ടിപ്പോൾ 4 വർഷം തികയാനായി. അതേപോലെ തന്നെ ഷെരീഫത്താൻ്റെ മോനും വെള്ളത്തിൽ പോയിട്ട് മരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര സങ്കടമാണ് ഇത്താക്ക് അതൊക്കെ ആലോചിക്കുമ്പോൾ. അപ്പോൾ എന്നോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ച് പിന്നെ ഞാൻ കണ്ടാലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വിഷമവും കാര്യങ്ങളൊക്കെ കുറേ പോകും അങ്ങനെ ആകുമ്പോൾ. അപ്പോൾ നമ്മളെല്ലാവരും മക്കളെയും പഠിച്ചോൻ കാക്കട്ടെ, എല്ലാവർക്കും ദീർഘായുസ്സ് കൊടുക്കട്ടെ അല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നൂൽപുട്ടൊക്കെ ഞാൻ ചുട്ടെടുത്തിക്കണം കേട്ടോ. നൂൽപുട്ട് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി ഇതിലേക്ക് ചേർത്തിക്കണം കേട്ടോ. അതുകൊണ്ട് നല്ല വെള്ള കളറൊന്നുമില്ല. വെറും ഗോതമ്പ് പൊടി കൊണ്ട് നൂൽപുട്ട് ഇട്ടാൽ കുട്ടികൾക്ക് പറ്റില്ല. അപ്പോൾ അരിപ്പൊടി കുറച്ച് കുറവേനെ. അപ്പോൾ ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്തതാട്ടോ. അങ്ങനെ നൂൽപുട്ടൊക്കെ ചുട്ട് റെഡി ആയിക്കണം. പിന്നെ നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ മുട്ടയൊക്കെ പുഴുങ്ങിയെടുത്തിന്. പിന്നെ തക്കാളിയും അതേപോലെ സവാള അരിഞ്ഞതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടതിന്. അപ്പോൾ നമുക്കിനി മുട്ടക്കറി ഉണ്ടാക്കാം. അപ്പോൾ എന്നോട് പറഞ്ഞിനി നിങ്ങൾ ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ വീഡിയോയിൽ കാണിക്കൊണ്ടേന്ന് പറഞ്ഞിന് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കടുക് ഇട്ടാണ്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിനി. ആ ഒരു പച്ചമുളക് ആ ഒരു എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം. എന്നിട്ടാണ് കേട്ടോ സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കറി മതി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കറി ഉണ്ടാക്കണുള്ളൂ. ചെറിയൊരു സവാള മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. കറി കൂടുതൽ വേണമെങ്കിൽ സവാളൻ്റെ എണ്ണയൊക്കെ കൂട്ടുക. ഒരു 2 സവാളയൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ സവാള അതിലിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഈ ഒരു മുട്ടക്കറി ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. എളുപ്പമാണ്. ഇതേപോലെ ഈ ഒരു സവാള വഴന്ന് വരേണ്ട ടൈം മാത്രമേ ഉള്ളൂ. സവാള അത്യാവശ്യം ഒന്ന് നല്ലോണം ഒന്ന് മൂത്ത് വരണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ സവാള ഇപ്പോൾ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞാനേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്.
മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചതും ചേർക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിലൊക്കെ കുറച്ച് ചിക്കൻ മസാലയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ചിക്കൻ മസാലയും കുരുമുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചിക്കൻ മസാലയും കുരുമുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല. വെറും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി പിന്നെ വലിയ ജീരകം പൊടിച്ചതുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ഒരു പൊടികളെ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും അതും അതിലേക്ക് ചേർത്ത് കൊടുത്തു, ഒന്ന് വഴറ്റി കൊടുത്തു. പിന്നെ തക്കാളി ഒന്നുകൊണ്ട് വഴന്ന് വന്നതിന് ശേഷം കുറച്ച് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ടേനും. അപ്പോൾ ആ ഒരു തേങ്ങ അരച്ച അരപ്പ് പോയി ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ ഒരു ജാറ് ചുഴറ്റിയിട്ട് കുറച്ച് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കറി നല്ലോണം ഒന്ന് തിളക്കട്ടെ കേട്ടോ. നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് തിളപ്പിച്ചിട്ടില്ല കേട്ടോ. തേങ്ങ അരച്ചത് നേരെ ഒഴിച്ചു കൊടുത്തേക്കുക കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. ആ ഒരു പൊടികളെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. എന്നിട്ട് നമുക്ക് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാട്ടോ നമ്മളെ കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മുട്ട പുഴുങ്ങിയതേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി മുട്ട 2 പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ. ഞാനിത് 5 മുട്ട അങ്ങനെ ഇട്ട് കൊടുത്തേക്കാണ്. ഞങ്ങൾ 5 പേരല്ല ഇപ്പോൾ ഉള്ളത്. അപ്പം 5 ആൾക്കുള്ള മുട്ട അങ്ങനെ ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ. പിന്നെ ഇതാ കുറച്ച് മല്ലിയില ഇതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുക്കട്ടെ. മല്ലിയില ഓവറായിട്ട് ഞാൻ ഇട്ട് കൊടുക്കണില്ല, കാരണം എൻ്റെ റിച്ചുവിന് വലിയ ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ മുട്ടക്കറിക്കൊന്നും മല്ലിയില ചേർക്കണത്. അപ്പോൾ കുറച്ച് ആ ഒരു സ്മെല്ലുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കൂടുതൽ മല്ലിയിലിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കുക. എനിക്ക് ഈ ഗരം മസാലൻ്റെ സ്മെല്ലും അതേപോലെ തന്നെ ഈ മല്ലിയിലയും പുതിനയിലും അരിഞ്ഞതും ഒക്കെ കറിക്കൊക്കെ ചേർത്ത് കൊടുക്കണത് വലിയൊരു ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ കുറച്ച് ചേർക്കണതാണ്. അങ്ങനെ അതൊക്കെ റെഡിയായി. പിന്നെ ഇതാ നമ്മളെ കമ്പം പുഴുങ്ങിയതും റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ വെറുതെ കഴിക്കണത് നല്ല ഇഷ്ടമാണ് കേട്ടോ. എനിക്കും ഇഷ്ടമാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചതിന് അന്ന് ഇതേപോലെ കമ്പം പുഴുങ്ങിയതൊക്കെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. എന്നിട്ട് അങ്ങനെ സ്കൂളിൽ നിന്നൊക്കെ ഇൻ്റർവെല്ലിനൊക്കെ അങ്ങനെ വാങ്ങി കഴിക്കലുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ ഞാനൊരു പ്ലേറ്റിക്ക് 2-3 നൂൽപുട്ടൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളെ എഗ്ഗ് കറി കുറച്ച് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതാ ചായ എടുത്തിട്ടുണ്ട്. ചായ ഇന്ന് കട്ടൻ ചായയാണ് കേട്ടോ. പിന്നെ നമ്മൾ ചിഞ്ചുമോൾ എന്താ കോളേജിലേക്ക് എന്താ പോവാത്തതെന്നൊക്കെ ചോദിച്ചിന് കേട്ടോ കമൻറ്റ് ബോക്സിൽ. ചിഞ്ചുമോൾക്ക് ഇന്നലെ തീരെ സുഖമില്ലേന് കേട്ടോ. ഇന്നലെ രാത്രിയിൽ പിന്നെ വയറുവേദനയായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇന്നലെ ഉറക്കന്നെ ശരിയായിട്ടില്ല കേട്ടോ. രാത്രി 12 മണിയൊക്കെ കഴിക്കണം വയറുവേദന ഉണ്ടായപ്പോൾ. അപ്പം കുറേ രാവിലെ ആവട്ടെ എന്നൊക്കെ വിചാരിച്ച് നിന്ന് നോക്കി. പക്ഷെ നല്ല വേദനയായപ്പോൾ പിന്നെ നമ്മളിവിടെ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ലക്ഷണമൊക്കെ കണ്ടിട്ട് മൂത്രക്കല്ലിൻ്റെ വേദനയാണെന്ന് വിചാരിച്ച് ഡോക്ടറും പറഞ്ഞു കേട്ടോ അതാവാനാണ് സാധ്യത എന്നൊക്കെ. അപ്പോൾ യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ മൂത്രത്തിൽ പഴുപ്പ് നല്ലോണം ഉണ്ടെന്ന് പറഞ്ഞു. വെള്ളം കൂടി കുറവായിട്ടേ. ഹോസ്റ്റലിലുള്ള 3-ാം നിലയിലാണ്. അപ്പോൾ പിന്നെ കിച്ചണിൽ നിന്ന് വെള്ളം കൊണ്ട് പോവുകയൊക്കെ ചെയ്യും മേലേക്ക്. ആ വെള്ളം കഴിഞ്ഞാൽ പിന്നെ വെള്ളം എടുത്തുകൊണ്ടിരാൻ പോരൂല. അപ്പോൾ വെള്ളം കൂടി കുറവായതുകൊണ്ടാണ് എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ 5 ദിവസത്തിന് മരുന്ന് തന്നിട്ടുണ്ട്. പിന്നെ മരുന്ന് കുടിച്ചിട്ട് കുറവില്ല എന്നുണ്ടെങ്കിൽ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കണം. അപ്പം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവിടുന്ന് ഇഞ്ചക്ഷനൊക്കെ വെച്ച് വന്നപ്പോൾ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒരു 2-3 ദിവസം കഴിയട്ടെ, എന്നിട്ട് കുറവായിട്ട് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് കേട്ടോ പോവാത്തത്. അപ്പോൾ ഓൾ പാൽക്കപ്പ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചിനി. ഇന്നലത്തെ മിഞ്ഞാന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഉണ്ടാക്കി കൊടുക്കുക റെസിപ്പി എന്നൊക്കെ പറഞ്ഞാണ്ട് കമൻറ്റൊക്കെ കണ്ടീനി കേട്ടോ. അപ്പോൾ ഞാനിന്ന് പാൽക്കപ്പയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പാൽക്കപ്പയും ബീഫുമാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ കുറച്ച് ബീഫ് വാങ്ങിയതുണ്ടായിനി. അത് ഞാൻ തണുപ്പൊക്കെ വിടാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴുകിയും വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിഞ്ചുമുളയ്ക്കുള്ള സവാളയൊക്കെ അരിയുന്നുണ്ട്, ചെറിയ ഉള്ളിയൊക്കെ അരിയുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഈ ഒരു പൂളൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ കഴുകി ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അടുപ്പത്ത് വെക്കാൻ നിൽക്കുകയാണ്. ഇതിൻ്റെ വേരൊക്കെ കളയണം കേട്ടോ. ഈ പാൽക്കപ്പ എന്ന് പറഞ്ഞാൽ എൻ്റെ ചിഞ്ചുമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നാൽ മറ്റവർക്കൊന്നും അങ്ങനെ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല, പക്ഷേ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇന്ന് എന്തായാലും അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ പുളൊക്കെ നുറുക്കിയിട്ട് ഞാൻ കുക്കറിലിട്ട് വെള്ളം ഒഴിച്ചാണ്ട് വേവിച്ചിട്ടുണ്ടായിന് കേട്ടോ. എന്നിട്ട് അതിതാ ഒരു പാത്രത്തേക്ക് ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുത്തി ഉടച്ചു കൊടുക്കണം. നല്ലോണം ഉടച്ചെടുക്കണം കേട്ടോ. പിന്നെ എല്ലാവർക്കും അങ്ങനെ ഉടച്ചെടുക്കണ ഇഷ്ടം ഉണ്ടാവില്ല. ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് കിടക്കണതാവും ഇഷ്ടം. ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ പിന്നെ കഷ്ണങ്ങൾ കിടക്കാൻ പാടില്ല, നല്ലോണം ഉടക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനിതാ പിന്നെ നല്ലോണം ഉടച്ചു കൊടുക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഒരു കഷ്ണം ഉണ്ടെങ്കിൽ അത് കഴിക്കൂല, അത് ആ പാത്രത്തിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാൻ നല്ലോണം കുത്തി ഉടച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചേന് കേട്ടോ. അപ്പോൾ ആ ഒരു തേങ്ങാപ്പാലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു പൂള നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പം പൂള കപ്പ എന്നൊക്കെ പറയും, നമ്മളവിടെ പൂള എന്നാണ് കേട്ടോ അധികം പറയൽ. അപ്പോൾ നല്ല ചൂടുണ്ട്. അപ്പോൾ ആ ഒരു ചൂടുള്ള പുളിക്ക് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടുള്ളതുകൊണ്ട് പിന്നെ അടുപ്പത്തേക്ക് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. തേങ്ങാപ്പാൽ അങ്ങനെ എളുപ്പം കുക്കാവുമല്ലോ.
ഇനിയിപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും കൂടെ കുറുകും. അപ്പോൾ ഞാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കാന്താരി മുളക് ഇതേപോലെ വെറുതെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാന്താരി മുളകോ അല്ലെങ്കിൽ പച്ചമുളകൊക്കെ വട്ടത്തിൽ അരിഞ്ഞിട്ടൊക്കെ ചേർത്ത് കൊടുക്കട്ടോ. അതേപോലെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ ആ ഒരു ഉള്ളി കടിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി തൂമിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ചുമന്ന കാന്താരി മുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് വറവിട്ടാണ്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാൽക്കപ്പ് എത്ര ഉള്ളൂ കേട്ടോ. പാൽക്കപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെക്കാം. ഇനി ബീഫ് ഉണ്ടാക്കണം. ബീഫ് ഉണ്ടാക്കിയിട്ട് രണ്ടും കൂടെ കഴിക്കാം കേട്ടോ. അപ്പോൾ ബീഫ് കഴുകിയത് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്താണ്ട് ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്, എന്നാലേ പെട്ടെന്ന് ആവുള്ളൂ. അപ്പോൾ ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പുമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് കൈ കൊണ്ട് നല്ലോണം ഒന്ന് തിരുമ്മി കുഴച്ചെടുക്കുന്നുണ്ട്. നല്ല വേവുള്ള ബീഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് 2 നുള്ളു ഉലുവയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതങ്ങനെ അധികം മൂപ്പില്ല എന്നാണ് കേട്ടോ തോന്നുന്നത്. അപ്പോൾ ഞാൻ ഉലുവ ചേർത്തിട്ടില്ല. പിന്നെ അത് ആ കുക്കർക്ക് ഇട്ട് കൊടുത്താണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ കടന്നിട്ട് അങ്ങനെ വേവട്ടെ. അങ്ങനെ കുക്കർ ഒരു 8-10 വിസിലൊക്കെ അടിച്ചപ്പോൾ ഞാൻ ഓഫാക്കിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രഷറൊക്കെ പോവട്ടെ, എന്നിട്ട് നമുക്ക് തുറക്കാം. അപ്പോൾ തന്നെ നമുക്ക് അതിലേക്കുള്ള മസാലകളൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ പുറത്ത് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അടുപ്പ് കത്തിച്ചാണ്ട് ഇതാ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ട് കുറേ ദിവസമായിക്കണം. ഇപ്പോൾ വേഗം കുക്കിങ്ങൊക്കെ തീരാൻ വേണ്ടിയിട്ടേ ചോറും കൂടെ ഗ്യാസുമ്മലാട്ടോ വെക്കൽ. ഞാൻ അങ്ങോട്ട് പോവാതെ വീട്ടിൽ തന്നെ ഉണ്ടാകുമ്പം നമ്മൾ വിറകടുപ്പ് തന്നെയാണ് കേട്ടോ കുക്ക് ചെയ്യൽ. ഇപ്പോൾ വിറകടുപ്പ് കത്തിക്കാനും തന്നെ നല്ല സുഖമാണ്. കാരണം പിന്നെ നല്ല വെയിലല്ലേ, അടുപ്പ് എളുപ്പം കത്തി കിട്ടും. വിറകൊന്നും അങ്ങനെ തണുക്കുകയോ ഒന്നുമില്ലല്ലോ, എളുപ്പമാവും. അടുപ്പ് കത്തിച്ച് ചീനച്ചട്ടിക്ക് അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാവട്ടെ. പിന്നെ ഇതാ ചിഞ്ചുമോള് സവാളയും ചെറിയുള്ളിയൊക്കെ അരിഞ്ഞ് തന്നിട്ടുണ്ടായിന് കേട്ടോ. തക്കാളി അതേപോലെ കറിവേപ്പിൻ്റെ ഇലയും ഒക്കെ പ്ലേറ്റിലാക്കി തന്നിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ ഇനി വേഗം ഒന്ന് വാട്ടിയെടുക്കട്ടെ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആദ്യം. പിന്നെ നമ്മളെ ചീനച്ചട്ടിക്ക് വെളിച്ചെണ്ണ ഒരു 2-3 സ്പൂൺ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഈ സവാളയും ചെറിയുള്ളിയൊക്കെ ഇതിൽ കടന്നിട്ട് വഴന്ന് വരണ്ടേ. അപ്പോൾ ആ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണ ചൂടായപ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി എത്ര ചേർക്കണോ അത്രയും ടേസ്റ്റ് ആയിക്കാറില്ലേ ബീഫ് കറി ആണെങ്കിലും പിന്നെ അതേപോലെ ചിക്കൻ കറിക്കാണെങ്കിലും അങ്ങനെ തന്നെ ചെറിയ ഉള്ളി കുറച്ചധികം ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിക്കാരം. പിന്നെ ഇതിങ്ങനെ തൊലി കളഞ്ഞ് അരിഞ്ഞ് നിൽക്കാൻ ചിലപ്പോൾ നമുക്കൊരു മടിയേക്കാറില്ലേ. എനിക്കധികം അങ്ങനെയായിട്ട് ഉണ്ടാവൽ. ഇന്നിപ്പോൾ ചിഞ്ചുമോൾ അരിഞ്ഞ് തന്നതുകൊണ്ട് അങ്ങനെ മടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവേണ്ട ആവശ്യം വന്നില്ല. അങ്ങനെ ഇതാ ചെറിയ ഉള്ളിയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുത്തു. പിന്നെ നമ്മൾ അരിഞ്ഞിട്ട് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് 2 സവാള ഉണ്ട് കേട്ടോ, വലിയ 2 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്ക് കുറച്ച് ഗ്രേവി വേണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് സവാളയൊക്കെ ചേർത്ത് കൊടുക്കാം. അധികം വേണമെങ്കിൽ അധികം ചേർത്ത് കൊടുക്കാം, കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ സവാളയൊക്കെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇനി വേണമെങ്കിൽ 2-3 പച്ചമുളകും കൂടിയൊക്കെ കീറിയിട്ട് കൊടുക്കുക. ഞാൻ പച്ചമുളകൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒക്കെ വഴന്ന് വന്നപ്പോൾ പിന്നെ അതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാ മസാലപ്പൊടികൾ തന്നെ കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ച് ജീരകം പൊടിച്ചതുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആ ഒരു പൊടികളെ പച്ചമണം മാറോളം നല്ലോണം അതിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു. പിന്നെ തക്കാളി അരിഞ്ഞതും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. തക്കാളി പിന്നെ നല്ലോണം അങ്ങോട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വഴറ്റിയെടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ കുക്കറൊക്കെ വിസിലടിച്ച് ഓഫ് ചെയ്തിനല്ലോ. അപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ പോയി തുറന്ന് നോക്കിയപ്പം ബീഫ് വന്നിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ബീഫിന് ഇതിൽ കടന്നിട്ട് വേവട്ടെ. ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് തന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഹാഫ് വേവൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് സമയം ഇതിൽ കടന്നിട്ട് അങ്ങനെ തിളച്ച് നല്ലോണം വെന്തോളും. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ അടച്ച് വെച്ചിട്ട് നമുക്ക് തീയൊക്കെ നല്ലോണം കത്തിച്ച് കൊടുത്തിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം. പിന്നെ ഞാൻ ബീഫ് വെന്തിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ അത് തുറന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ ബീഫൊക്കെ വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ അതിങ്ങനെ കുറേ വെള്ളത്തോട് കൂടിയിട്ടല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, കുറച്ചൊരു ഇങ്ങനെ ഗ്രേവിയോട് കൂടിയിട്ടുള്ള ബീഫാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ മതി കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് കറിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചൂടുവെള്ളമൊക്കെ ഒതുക്കി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് വേണ്ടത്. അപ്പോൾ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. അങ്ങനെ ബീഫൊക്കെ അടുപ്പത്തു നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ അത്. അപ്പോൾ നമുക്ക് പാൽക്കപ്പൻ്റെ കൂടെ വിളമ്പാം. നല്ല ചൂടുള്ള ബീഫ് കറിയും അതേപോലെ തന്നെ പാൽക്കപ്പ ചൂടാറിയൊക്കെ ചെയ്തിരിക്കണം കേട്ടോ. കുറച്ച് നേരം അതിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് എന്നാലും നമുക്കൊരു വാഴൻ്റെലേക്ക് വിളമ്പണത്. എന്നിട്ട് അടിപൊളിയായിട്ട് തന്നെ കഴിക്കാം. അപ്പം നീ ചിഞ്ചുമോക്ക് ആ ഒരു പരാതി ഉണ്ടാവില്ലല്ലോ, പ്രാവശ്യം വന്നിട്ടും വെച്ച് പാൽക്കപ്പ ഉണ്ടാക്കി തന്നില്ല എന്നുള്ള പരാതി ഉണ്ടാവില്ല. അവർക്ക് വയറ് നിറച്ച് കഴിക്കും ചെയ്യാം.
അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പണിയില്ലത് ഉണ്ടാക്കാൻ. കപ്പ വേവിച്ചുടച്ച് അതിൽ കുറച്ച് തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞാണ്ടൊന്നും തൂമിച്ചും ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു വാഴൻ്റെ ഇലയ്ക്ക് വിളമ്പാം. പിന്നെ ചില കൂട്ടുകാരൊന്നും പാൽക്കപ്പ കഴിച്ചിട്ടില്ല, പാൽക്കപ്പ എങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പം നമ്മളെ ചിഞ്ചുമോൾ തന്നെ ചിലപ്പോൾ പറയലുണ്ട് കേട്ടോ, ഹോസ്റ്റലിനൊക്കെ ഉമ്മച്ചിൻ്റെ എന്ത് ഫുഡാണ് ഇഷ്ടം ചോദിച്ചാൽ എനിക്ക് പാൽക്കപ്പയും ബീഫും അല്ലെങ്കിൽ പാൽക്കപ്പയും ചിക്കനും ആണ് ഇഷ്ടം എന്നൊക്കെ പറയലുണ്ടോളൂ. എന്നിട്ട് ഞാൻ ഇവിടുന്ന് കൊടുത്തയച്ചിന് കേട്ടോ കുട്ടികൾക്ക്. പക്ഷേ അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കണമല്ലേ, അപ്പോൾ ഇങ്ങനെ ചെറിയൊരു പുളിപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി അങ്ങനെ കൊടുത്തയക്കാനൊന്നും പറ്റില്ല. അതേപോലെ ചൂടോട് കൂടിയിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പിന്നെ കപ്പ കുറച്ച് വിളമ്പി കൊടുത്തിക്കണം. അതേപോലെ തന്നെ കുറച്ച് ബീഫ് ഇട്ട് കൊടുത്തിക്കണം. എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അടാറ് ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വെറുതെ പറയല്ല, അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനത് വാഴൻ്റെലേക്ക് വിളമ്പണമൊക്കെ കണ്ട ഒരാളിവിടെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, എന്നിട്ട് തരാറിന്. അങ്ങനെ ചിഞ്ചുമോൾ കൊണ്ടുപോയി കഴിച്ചിട്ടോ അത്. പിന്നെന്താ ഒരു ബത്തക്ക കഷ്ണം ഉണ്ടായിനി, അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച്. ഇത് മഞ്ഞ കളറുള്ള ബത്തക്കയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ ഐഫക്കുട്ടിൻ്റെ ഒപ്പം പോന്നിട്ടുണ്ടേനി. ഞാൻ പറഞ്ഞല്ലോ HSO മാർക്കുള്ള സാധനങ്ങളൊക്കെ കൊടുക്കേണ്ട ദിവസത്തേന് ഇന്നലെ. അപ്പോൾ ഐഫക്കുട്ടിൻ്റെ ഒപ്പം പോന്നിനി കേട്ടോ. അപ്പോൾ ഓൾക്ക് ഈ ഒരു മഞ്ഞ ബത്തക്ക കണ്ടപ്പം ഇത് വാങ്ങല്ലേ അമ്മച്ചി പറഞ്ഞാണ്ട് അങ്ങനെ വാങ്ങിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ സാധാ ബത്തക്ക നമ്മൾ വാങ്ങലുണ്ട്, പക്ഷേ ഈ മഞ്ഞ ബത്തക്ക ഇപ്പോൾ ഫസ്റ്റ് വാങ്ങാണ് കേട്ടോ. പക്ഷേ മറ്റിൻ്റെ പോലെയല്ല, അതിലേറെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് നല്ല മധുരമുണ്ട്. ചിലപ്പോൾ നമ്മൾ ബത്തക്ക വാങ്ങുമ്പം ഒരു ടേസ്റ്റും ഉണ്ടാവില്ല, മധുരം ഉണ്ടാവില്ല. ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. മധുരം ഉണ്ടായതുകൊണ്ടാവും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്താണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ ജ്യൂസ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇതിങ്ങനെ കട്ട് ചെയ്താണ്ട് ഒരു കഷ്ണം കഴിച്ച് നോക്കിയപ്പം നല്ല മധുരമുണ്ട്. അപ്പോൾ ജ്യൂസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിങ്ങനെ കഴിക്കുകയാണെങ്കിൽ തന്നെ ചെറിയൊരു തണുപ്പുണ്ട് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ തന്നെ കുട്ടികൾ കഴിച്ചോളും. പിന്നെന്താ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ 4 മണിക്കിന്ന് ചായക്ക് ഞാൻ കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ചിഞ്ചുമോൾ കടി ഉണ്ടാക്കിയിട്ടൊന്ന്. അപ്പോൾ ചിഞ്ചുമോൾക്ക് ഇപ്പോൾ കുക്കിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് വരുന്നതല്ലേ, ഇടയ്ക്ക് വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുക്ക് ചെയ്യാൻ എന്നോട് ചോദിക്കുന്നു. ഇപ്പോൾ ബീഫ് ഞാൻ ഉണ്ടാക്കട്ടെ എന്നൊക്കെ ചോദിച്ചിനി. ഈ ഉണ്ടാക്കണ്ട, ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറഞ്ഞ് അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ ഓള് ഇവിടെ സ്നാക്സൊക്കെ ഉണ്ടാക്കിയിരിക്കണം ബ്രെഡ് കൊണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. ഫില്ലിങ് ടേസ്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. ബ്രെഡ് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഗിവ് അവേൻ്റെ കാര്യം ആരും മറക്കണ്ട കേട്ടോ. ഇൻഷാല്ലാ ഈ ഒരു മാസം ലാസ്റ്റ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ നറുക്കെടുക്കണം. ഈ മാസം ഗിഫ്റ്റ് കിട്ടിയ നറുക്ക് വീണ ആൾക്കാർക്ക് ഗിഫ്റ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ ചൊവ്വാഴ്ച അയച്ചു കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കണത്. ഇപ്പോൾ കുറച്ച് തിരക്കായതുകൊണ്ട് അങ്ങനെ നീണ്ടുപോയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. താങ്ക്